പ്രിയമുള്ളവരെ നമസ്കാരം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് ഗ്രൂപ്പുകളാണ് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഒന്ന്, 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാനുണ്ടായ ഒരു സാഹചര്യം, അന്ന് മത്സരിച്ച സമയത്ത് എനിക്ക് ലഭിച്ച വോട്ടുകൾ, സ്വതന്ത്രമായി മത്സരിച്ച സമയത്ത് എനിക്ക് ലഭിച്ച വോട്ടുകൾ. പക്ഷേ ആ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് പൊതുവെ ബോധവും ബുദ്ധിയും വിവരവും ഇല്ലാത്ത കുറേ കഴുതകളുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ, നമ്മളവരെ അന്തമെന്ന് വിളിക്കും. ആ അന്തങ്ങൾ ഉണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മളുടെ ആശയത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന ഈ വിഡ്ഢികളാണ് പലപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ അധികാരത്തിൽ ഇങ്ങനെ നിലനിർത്താൻ സഹായിക്കുന്നത്. കാര്യം യാതൊരു ബോധവും അറിവും ഇല്ലാത്ത ഇക്കൂട്ടർ അവരുടെ പാർട്ടി എന്ത് തെറ്റ് ചെയ്താലും, അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ എന്ത് തെറ്റ് ചെയ്താലും, അവർക്ക് ജീവിതത്തിൽ ഈ പാർട്ടി മൂലം ഒരുപാട് ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നാലും അവർ ഈ പാർട്ടിക്ക് തന്നെ ഇങ്ങനെ വോട്ട് കുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ തരത്തിൽ മനോഭാവത്തിലുള്ള കുറേ കഴുതകൾ വിചാരിച്ചത് ഞാൻ ഏതോ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്നുള്ളതാണ്. കമൻറ്റ് സെക്ഷനിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്, ഇവർ ഞാൻ മത്സരിക്കുന്നതും എന്നെ തോൽപ്പിക്കാൻ ആഹ്വാനമൊക്കെ ചെയ്തുകൊണ്ടാണ്. ഈ മന്ദബുദ്ധികൾ എഴുതിയ പോസ്റ്റ് എന്താണെന്നും 2015 നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാനുണ്ടായ ഒരു സാഹചര്യം, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഞാൻ പങ്കുവയ്ക്കാനുണ്ടായ സാഹചര്യം ഒന്നും അവർ വായിക്കുന്നില്ല. പൊതുവെമാർ രീതി അത് തന്നെയാണ്, എന്താണ് എഴുതിയതെന്ന് വായിക്കത്തില്ല, നേരെ വന്നിട്ട് അഭിപ്രായം പറയാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു പോസ്റ്റ് കൂടി ഞാൻ പങ്കുവച്ചിരുന്നു, എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്. പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള കാരണങ്ങൾ നിരത്തി ഒന്നുകിൽ നമ്മൾ അതിനെതിരെ ന്യായീകരിക്കാൻ വരും, അല്ലെന്നുണ്ടെങ്കിൽ ഈ കാരണങ്ങൾ മറ്റെന്തിൻ്റെങ്കിലും തലയിൽ വെച്ച് കെട്ടി അപ്പോഴും നമ്മൾ ആശ്വസിക്കും. അവിടെ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല നമ്മൾ തോറ്റത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചിന്ത തന്നെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യ ഒട്ടാകെ ഒരു വലിയ നാശമുണ്ടാകാനുള്ള പ്രധാന കാരണമെന്നത് മനസ്സിലാക്കുക. ഞാൻ ഏകദേശം ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു പ്രിയപ്പെട്ട രമേശ് ജിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനുമൊക്കെ ഞാനിങ്ങനൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന് ലഭിക്കേണ്ട ഏറ്റവും വലിയൊരു ഊർജം നൽകേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയം മുഖ്യധാരാ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശക്തിയും ദൗർബല്യവും ഒക്കെ തുറന്നു കാണിക്കുന്ന ഒന്നാക്കി അവർ ചിത്രീകരിക്കും. ഇപ്പോൾ നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടുകൂടി ഒരു വലിയ മുന്നേറ്റം നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സമയത്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളിൽ വീഴ്ചകൾ കാണുന്നത്. ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് യുവാക്കളെ നിർത്തുക എന്നതല്ല, എന്തിനാണ് യുവാക്കളെ നിർത്തേണ്ടത്, അതിനുള്ള കാര്യകാരണങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2015 അന്ന് പാർട്ടിയിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അസംബ്ലി ഭാരവാഹിയായിരുന്ന എനിക്ക് അന്ന് സീറ്റ് നൽകിയിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് എനിക്ക് ആ സീറ്റ് നൽകാത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് എനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് കാരണം. അവരെ ഞാൻ നന്ദിയോടെ ഇന്ന് ഓർക്കുകയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് വ്യക്തിപരമായി അഖിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായത് അന്ന് കോൺഗ്രസ് നിഷേധിച്ച ആ സീറ്റിലൂടെ ആയിരുന്നെങ്കിൽ, തിരിച്ച് ചിന്തിച്ചാൽ അന്നൊരു പക്ഷേ ഞാൻ ഉന്നയിച്ചിരുന്ന കാരണം കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന ഒരു പ്രദേശത്ത് വളരെ ആക്റ്റീവായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നേരിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല ചെറുപ്പക്കാരെയും പാർട്ടി മാറ്റി യൂത്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും അവരുമായിട്ട് നിരവധി സംഘർഷങ്ങൾക്ക് കാരണമാകേണ്ടി വരികയും അവരുടെ ആക്രമണങ്ങൾക്ക് വിധേയനാകേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ സീറ്റ് നൽകുമ്പോൾ, ഞാൻ ആക്ച്വലി സീറ്റിന് വേണ്ടിയിട്ടല്ല, മത്സരിച്ച ആളുടെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാണ് ഞാനന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അന്ന് എനിക്ക് സീറ്റ് നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ 19 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ഒരു പ്രദേശത്ത് കൈപ്പത്തി സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാൻ കഴിയുമായിരുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച വോട്ടുകളും കോൺഗ്രസിന് ലഭിച്ച വോട്ടുകളും തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്ന് അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അടുത്ത 10 വർഷത്തേക്ക് അവിടെ ഇട്ടുകൊടുത്തേക്കുന്ന ഏറ്റവും വലിയ ഫ്യൂവലായിട്ട് അവിടെ അഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാറിയാണ്. ഇതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് അഖിൽമാരുണ്ട്. അവർ ആക്റ്റീവാണ്. അവർ ഇടതുപക്ഷത്തിനെതിരെയും BJPക്കെതിരെയും ഒക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് ആവേശത്തോടു കൂടിയിട്ട് ചെറുപ്പക്കാരെ അണിനിരത്തി പ്രവർത്തിക്കാൻ അവർ തയ്യാറാണ്. അവരെ ജനങ്ങൾക്ക് വിശ്വാസവുമാണ്. പക്ഷേ പണിയെടുക്കാതെ കതറിട്ട് നേതാക്കന്മാരെന്ന് പറഞ്ഞ് സ്വയം നടക്കുന്നവർ, ഇവരാരും നേതാക്കന്മാരല്ല. കാര്യം ആരുടെയും പിന്തുണയില്ലാത്ത ആരെയും നമ്മൾ നേതാവെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇവർ പാർട്ടിയിൽ ഭാരവാഹികളായിരിക്കും, പാർട്ടിയിൽ ഇവർ ജില്ലാ സെക്രട്ടറിമാരായിരിക്കും, പാർട്ടിയിൽ ഇവർ KPCC സെക്രട്ടറിമാരായിരിക്കും. പക്ഷേ ഇവരെ സ്വയം വിശേഷിപ്പിക്കുന്ന നേതാവല്ലാതെ ജനങ്ങൾ ആരും തന്നെ ഇവരെ നേതാക്കന്മാരായിട്ട് കാണാറുമില്ല. അപ്പോൾ ഇത്തരത്തിൽ സ്ഥാനമോഹികളായിട്ടുള്ള ചിലർ കോൺഗ്രസിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് സ്വയം ആശ്വസിച്ച് ജീവിക്കുന്ന കുറേ കതർധാരികൾ ആത്മാർത്ഥമായി ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം നഷ്ടപ്പെടുമെന്ന ഉറപ്പോടുകൂടി തന്നെയാണ് ഈ പല ചെറുപ്പക്കാരും സത്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ
KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിക്കുന്ന പലർക്കും കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിൻ്റെ സുഖമെന്തെന്ന് അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അടിയുടെ സുഖമെന്തെന്ന് നല്ല രീതിയിൽ അറിഞ്ഞിട്ടുള്ളവരുമാണ്. പലവിധ സമരങ്ങളിലൂടെ നിരവധി കേസുകളിൽപ്പെട്ട് ജീവിതം ഇനി എന്താകുമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്ന നിരവധി യുവ നേതാക്കന്മാരാൽ സമ്പന്നമായ കോൺഗ്രസ് ഈ ചെറുപ്പക്കാരെ കാണാതെ പോകുന്നു എന്നുള്ളത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അതാ പറഞ്ഞത്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇത്തരം യുവ പോരാളികൾക്ക് പരമാവധി സീറ്റ് നൽകിക്കൊണ്ട് BJPയുടെ കയ്യിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലുമൊക്കെ ഇരിക്കുന്ന സീറ്റുകൾ തിരിച്ചു പിടിക്കത്തക്ക രീതിയിലൊരു പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ 6 മാസം കഴിഞ്ഞ് നിയമസഭയിലേക്ക് പോകുമ്പോൾ ആരാണ് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പോകുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിലർ, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ കൗൺസിലർ. അപ്പോൾ അത്തരത്തിൽ ചെറുതായാലും അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധി അയാൾ ഒരു വീട്ടിൽ കയറി വോട്ട് ചോദിക്കുന്ന സമയത്ത് ആ പർട്ടിക്കുലർ കുടുംബത്തിന് ചിലപ്പം നിയമസഭയിൽ നിന്ന് ഒന്നും ആനുകൂല്യമൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും, പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് ആ പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ ഈ ജനപ്രതിനിധിക്ക് കഴിയും. ഇനി ഒരു പക്ഷേ അവർ വോട്ട് പിടിക്കാൻ പോകുന്ന നിയമസഭയിലെ ആ സ്ഥാനാർത്ഥി വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ പർട്ടിക്കുലർ കുടുംബത്തിന് ആശ്രയിക്കാനും എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ അഭയം ചോദിച്ച് ചെല്ലാനും ഈ ഒരു പഞ്ചായത്ത് മെമ്പർ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജനപ്രതിനിധിയാക്കപ്പെട്ട ഒരുവൻ്റെ സഹായം ഇവർക്ക് കിട്ടും. അത് മാത്രമല്ല, താഴെത്തട്ടിലെ ഭീഷണികളെ കുറേയൊക്കെ നേരിടാൻ ഒരു ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ ജനപ്രതിനിധി സ്ഥാനവും മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഊർജ്ജവും, അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അധികാരത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നും ആ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിലൂടെ ഇപ്പം ഞാൻ പറഞ്ഞ സാമ്പത്തികമായ നേട്ടമോ മറ്റുള്ള നേട്ടത്തെക്കാട്ടി എല്ലാം ഉപരി ഏതൊരു പൊതുപ്രവർത്തനം ആഗ്രഹിക്കുന്ന മനസ്സിന് ഒരു ഭയങ്കരമായിട്ട് ഒരു ഡോപ്പാമിൻ പമ്പ് ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഉന്മേഷവും ഊർജ്ജവും ഒക്കെ ലഭിക്കുന്ന ഒരു സംഭവമാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ സജീവമാകാനും അവരുടെ അംഗീകാരവും അവരുടെ അഭിമാനവും അവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടിയൊക്കെ നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നതൊക്കെ തന്നെയാണ് പലപ്പോഴും പല പൊതുപ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവർക്ക് വലിയ ലക്ഷറി ജീവിതം നയിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തകരൊക്കെ വളരെ വിരളമാണ്. അപ്പം അതിനുള്ളൊരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള കാര്യങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ പാർട്ടി ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെയാണെന്ന് പറയുന്ന കണക്ക് അർഹതപ്പെട്ട പലരെയും പരിഗണിക്കാതിരുന്നു. ചില പ്രദേശത്ത് ചില ആൾക്കാർക്ക് കൊടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ വഴി ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മൊത്തത്തിലൊരു ഓളത്തിന് മാത്രമേ കാരണമായി മാറത്തുള്ളൂ. അടിസ്ഥാനപരമായിട്ട് പല പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ നിലനിൽക്കുന്നു. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത് മുതലെടുക്കുന്നു. അതുമാത്രമല്ല, നമ്മളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്നൊരു സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് ഒരു പഞ്ചായത്തിൽ വിജയിക്കേണ്ടത്? എങ്ങനെയാണ് ജനങ്ങളുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കേണ്ടത്? ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ആ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ഒരു വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ഒരു ഗ്രാമസഭയ്ക്ക് എടുക്കുന്ന തീരുമാനത്തെ തിരുത്താൻ ലോക്സഭയ്ക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ് ആ ഗ്രാമസഭയുടെ അധികാരത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാമസഭകൾ കൃത്യമായി നടക്കുന്നുണ്ടോ? ഈ ഗ്രാമസഭകളിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്? ഈ ഗ്രാമസഭകളിൽ ആർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ആനുകൂല്യം ലഭിക്കേണ്ടത്? ആർക്കൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ആനുകൂല്യം ലഭിക്കാതെ പോയേക്കുന്നത്? അപ്പോൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി തെരഞ്ഞെടുപ്പിന് 6 മാസം മുന്നെയോ 1 വർഷം മുന്നെയോ തന്നെ ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക. അങ്ങനെ ഒരാളെ അതിനുവേണ്ടി പൂർണ്ണമായി വിനിയോഗിക്കുക. അങ്ങനെ ഒരാളെ പൂർണ്ണമായി വിനിയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ജീവിതം മുന്നോട്ട് പോകണം, അയാളുടെ കുടുംബത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകണം. അവിടെ പാർട്ടിയുടെ അധികാരത്തിന് വേണ്ടിയിട്ട്, പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഓരോ പാർട്ടി പ്രവർത്തകനും തങ്ങളുടെ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുടെ ഒരു നേരിയ പങ്ക്, അതായത് ഒരു മാസത്തിൽ ഒരു 100 രൂപ വെച്ച് കൊടുക്കാൻ ഒരു വാർഡിൽ ഒരു 150 പേർ തയ്യാറായി കഴിഞ്ഞാൽ 15,000 രൂപ ശമ്പളം കൊടുക്കാൻ വേണ്ടി പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനത്തിനും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ഒരുവിന് നൽകി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അതിലൂടെ നടന്നുപോയി കഴിഞ്ഞാൽ 24 മണിക്കൂറും അവൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം പാർട്ടിക്ക് വേണ്ടിയിട്ടേ മാറും. ഇപ്പോൾ ഇവിടെ RSS നോക്കൂ, ധാരാളം ആൾക്കാർ ഇത്തരത്തിൽ ഒരു ശമ്പളവും ലഭിക്കാതെ RSS കാര്യാലയങ്ങളിൽ അവരുടെ സംഘത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായ സമയം മാറ്റിവെച്ചുകൊണ്ട് ജീവിതം പോലും പൂർണ്ണമായും സംഘത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അന്ധത, രാഷ്ട്രീയ അന്ധത മൂലമാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാർ നിൽക്കുകയാണ്. ഇവിടെയാണ് സ്വാർത്ഥ മനോഭാവമുള്ള മനുഷ്യർ പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ് പലപ്പോഴും കോൺഗ്രസ് എന്നുള്ളത്. അധികാരത്തിന് വേണ്ടിയിട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും മാത്രം ഈ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേരുള്ള ഒരു സ്ഥലമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കാലങ്ങളായിട്ട് ഈ കോൺഗ്രസിൽ നിലനിന്നിട്ടുള്ള പലരും ഈ ഒരു മനോഭാവം തുടർന്നും അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് നേതാക്കന്മാരുടെ കാല് പിടിച്ചും അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് സ്വയം അടിമയായി മാറിക്കൊണ്ടും അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റുകളും കണ്ണടച്ച് കൊടുത്തുകൊണ്ട് അഭിപ്രായ
അഭിപ്രായം പലയിടത്തും തുറന്നു പറയാതെ നിലപാടില്ലാത്തവരായിട്ട് അധപ്പതിച്ചത് കൊണ്ടൊക്കെയാണ് കോൺഗ്രസിന് വലിയ ക്ഷീണം ഇന്ത്യയിലുണ്ടായത്. ആ ക്ഷീണം നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റണമെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നയങ്ങൾ മനസ്സിലാക്കണം. എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ ഏത് രീതിയിലാണ് ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കണം. അതിനെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. ഏറ്റവും വിശ്വാസമുള്ള ഒരു വ്യക്തി ഒരു വാർഡിലുണ്ടാകുമ്പോൾ, ആ വ്യക്തി ജയിക്കാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ അവനെ ഇല്ലാതാക്കാനല്ല നോക്കേണ്ടത്. അവനെ മാക്സിമം വളർത്തി അവനെ ആ പ്രദേശത്തെ വലിയ നേതാവാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് ആ പ്രദേശത്തൊരു വലിയ ഗുണമുണ്ടായിട്ട് മാറും. ഇതുപോലെ പഞ്ചായത്തിലും നിയമസഭയിലും ഓരോ വ്യക്തിത്വങ്ങളെയും വളർത്തിക്കൊണ്ടുവന്ന് ആ വ്യക്തിത്വങ്ങളിലൂടെ വേണം ആ പ്രദേശം പിടിച്ചെടുക്കാൻ. ഇപ്പം നോക്കൂ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മുന്നിൽ നിർത്തി RSS അല്ലെങ്കിൽ BJP 2013 തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വരെയും LK അദ്വാനിക്ക് അങ്ങനെ ഒരു ഫിഗർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അമിത്ഷാ തയ്യാറാവുന്നു, BJP തയ്യാറാവുന്നു, RSS തയ്യാറാവുന്നു. അതേസമയം തിരിച്ചു ചിന്തിച്ചു നോക്കൂ, നരേന്ദ്രമോദിയെ ഏത് വിധേനയും കാലേവാരി നിലത്തടിക്കാൻ വേണ്ടി അമിത്ഷാ ശ്രമിച്ചിരുന്നുണ്ടെങ്കിൽ അമിത്ഷായി നശിച്ചേനെ, മോദി നശിച്ചേനെ, BJP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം നശിച്ചേനെ. അതേപോലെ ഇത് കേവലം ഉദാഹരണം മാത്രമാണ്. ഏതൊരു പ്രദേശത്ത് ഒരു വാർഡിലായിക്കോട്ടെ, ആ വാർഡിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ, അവന് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ മാക്സിമം വളർത്തിക്കൊണ്ടുവരിക. അല്ലാതെ അവൻ വളർന്നു വരുമ്പോൾ എനിക്ക് ഭീഷണിയാകുമെന്ന് കരുതി അവനെ പാര വെച്ച് പണിഞ്ഞില്ലാതാക്കാൻ നടക്കരുത്. നടന്നു കഴിഞ്ഞാൽ ഇല്ലാതാവുന്നത് നിങ്ങൾ കൂടിയാണ്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ തായ്വൃക്ഷത്തിൻ്റെ വേരുകൾ ഓരോന്നായിട്ട് അറുത്തത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടിയെ ഇല്ലാതാക്കിയത്. അധികാരം നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പാർട്ടി തിരിച്ചു വരാതെ നശിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ അപൂർവമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ 1962 തമിഴ്നാട് മുതൽ ഇങ്ങേ അവസാനം ഡൽഹി വരെയുള്ള കാഴ്ചകൾ നമ്മൾ എടുത്തു നോക്കൂ. നിരന്തരം അധികാരത്തിലിരുന്നൊരു സ്ഥലത്ത് നിന്ന് കോൺഗ്രസ് ഒരിക്കൽ പുറത്തു പോയിരുന്നു. അങ്ങനെ പുറത്തു പോയതിനു ശേഷം പിന്നീട് ഒരു രീതിയിലും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലാണ് ആ സംസ്ഥാനത്തൊക്കെ നശിച്ചു പോയിട്ടുള്ളത്. അത് മൂന്നാമതൊരു രാഷ്ട്രീയ കക്ഷി വരുന്ന സ്ഥലത്താണ് ഈ അപകടം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും വലിയൊരു രാഷ്ട്രീയ കക്ഷിയുടെ ഉദയം ഉണ്ടായിട്ടില്ല. അവിടെ നിലവിൽ കോൺഗ്രസ് BJP എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രമാണ് ഈ രാഷ്ട്രീയം, മുഖ്യധാര രാഷ്ട്രീയം ഒതുങ്ങി നിൽക്കുന്നത്. അതേസമയം ഡൽഹിയിൽ ആം ആദ്മിയുടെ വരവോട് കൂടിയിട്ട് പൂർണ്ണമായും കോൺഗ്രസ് നശിച്ചുപോയി. ബീഹാറിലും ഒറീസയിലും ഹരിയാനയിലും നിലവിൽ ഇപ്പം ഈ പറഞ്ഞ ആം ആദ്മിയുടെ വരവോട് കൂടിയിട്ട് അവിടെയും കോൺഗ്രസ് നശിച്ചു. അങ്ങനെ മൂന്നാമതൊരു ഇപ്പോൾ SP BSPയുടെ വരവോട് കൂടിയിട്ട് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നശിച്ചു. അങ്ങനെ മൂന്നാമതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വരവോട് കൂടിയിട്ട് പല സ്ഥലത്തു നിന്നും നശിച്ചു പോവുകയും പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്ത വിധം ഇല്ലാതാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിവുള്ളവർക്കും അംഗീകരിക്കപ്പെടേണ്ടവരെയും പൂർണ്ണമായും അംഗീകരിക്കാതെ ഈ സ്വാർത്ഥതയും ഈ നേതാക്കന്മാരുടെ അധികാര മോഹവുമൊക്കെയാണ് ഈ പാർട്ടിയെ വിധത്തിലാക്കിയത്. അതിന് പ്രത്യക്ഷത്തിൽ പിന്നെ BJP വളരാൻ വേണ്ടിയിട്ട് BJP മുന്നോട്ട് വെക്കുന്ന വർഗീയപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനെ വലിയ രീതിയിൽ ഇന്നത്തെ ഒരു നിഷ്പക്ഷ സമൂഹം കൂടി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് രാജ്യവിരുദ്ധമായ കാര്യങ്ങൾക്ക് അറിയാതെയോ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ സപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി അതിനെ BJP വലിയ രീതിയിൽ ഉയർത്തിക്കാണിക്കുകയും നിഷ്പക്ഷ മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന ഓരോ വ്യക്തികളിലും, പ്രത്യേകിച്ച് ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ തന്നെ BJPയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവം അവർ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. ഈ മനോഭാവം പതിയെ വോട്ടായി മാറും. അങ്ങനെ ഒരിക്കൽ അവർ BJPക്ക് വോട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ചു വരിക അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് മനസ്സിലാക്കുക. അപകടം മുന്നിലുണ്ടെന്ന് തിരിച്ചറിയുക. മുന്നോട്ട് പോകുന്ന വഴി സുഗമമല്ലെന്ന് മനസ്സിലാക്കുക. പ്രതിസന്ധികൾ ധാരാളമുണ്ടെന്ന് തിരിച്ചറിയുക. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ എല്ലാം മറന്ന്, സർവവും മറന്ന്, ഈഗോ മറന്ന്, അധികാരമോഹം വെടിഞ്ഞ്, സ്വാർത്ഥത വെടിഞ്ഞ് എല്ലാ രീതിയിലും ഈ പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തയിലേക്ക് ഓരോ നേതാക്കന്മാരും എത്തുമ്പോൾ മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെങ്കിലും ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ മനസ്സിലാക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പല ആൾക്കാർക്കും വെറുപ്പാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാണ് വെറുക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറുക്കുന്നത് കോൺഗ്രസും BJPക്കാരുമാണ്. അല്ലാതെ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കാരല്ലെന്ന് ആലോചിക്കുക. കോൺഗ്രസിനുള്ളിലാണ് പോരാട്ടങ്ങൾ നടക്കുന്നത്, കോൺഗ്രസിനുള്ളിലാണ് പാളയത്തിൽ പട നടക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആരെങ്കിലും ഒരുവൻ അറ്റാക്ക് നടത്തുന്ന സമയത്ത് ഈ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരുവൻ പോലും ഒരു നിമിഷം പാർട്ടി പ്രവർത്തകന്റെ പഴയ ആത്മവീര്യം വീണ്ടെടുത്ത് ഈ പാർട്ടിക്കൊപ്പം ചേരാൻ നിർബന്ധിതനാക്കപ്പെടുകയാണ്. ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പറയാം. അടുത്തിടെ പ്രശാന്ത് ശിവനും ആർഷോയും തമ്മിലൊരു ചെറിയ ക്ലാഷ് ഉണ്ടായ സമയത്ത് ഒറ്റയടിക്ക് പാർട്ടിയിൽ നിന്ന് മാറി നിന്ന പല സൈബർ അണികളും ഈ ഒരു ഒറ്റ വികാരത്തിൽ ആർഷോയല്ല തൊട്ടത്, CPMന്റെ നേതാവിനെയാണ് തൊട്ടത്, CPMനെയാണ് തൊട്ടത്, എൻ്റെ പാർട്ടിയാണ് തൊട്ടത്, എന്നെയാണ് തൊട്ടത് എന്ന മനോഭാവത്തോടു കൂടിയിട്ട് മാറി നിന്ന ഓരോരുത്തരും പതിയെ പാർട്ടിയുടെ അണിയായി മാറുകയാണ്. ഈ അണി പതിയെ പാർട്ടിയുടെ പോരാളിയായി മാറും. അങ്ങനെ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ എത്രത്തോളം അറ്റാക്ക് ചെയ്യുന്നോ അത്രത്തോളം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന പല ആൾക്കാരും ഈ പാർട്ടിയോട് ചേർന്നുകൊണ്ടേയിരിക്കും. അതേസമയം കോൺഗ്രസിനെ ആരാണ് അറ്റാക്ക് ചെയ്യുന്നത്? പാർട്ടിക്കുള്ളിലുള്ളവരാണ് അറ്റാക്ക് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത ആരാണ്? പാർട്ടിക്കുള്ളിലുള്ളവരാണ് അറ്റാക്ക് ചെയ്തത്. എത്രയൊക്കെ ആരോപണങ്ങൾ കോൺഗ്രസിനുള്ളിലും CPM-നുള്ളിൽ എത്രയോ നേതാക്കന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവരെ ആരെയും പൊതുമധ്യത്തിൽ അധിക നാൾ ഈ ആരോപണത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒളിച്ചോടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ എത്രയും പെട്ടെന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു, അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നു. അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് BJP-യുമായി ചേർന്നോ ആരുമായി ചേർന്നോ രഹസ്യ നീക്കങ്ങൾ നീക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കുമ്പോൾ യുവാക്കളെ വിശ്വാസത്തിലെടുക്കണം, മതേതര ബോധം നിലനിർത്തണം, ഹിന്ദുക്കളെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ വിശ്വാസത്തിലെടുക്കണം. ഞാൻ ഹിന്ദുക്കളെ എടുത്തു പറയാൻ കാരണം കോൺഗ്രസ് ഇന്ന് ഹിന്ദുക്കളിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു പൊതു മുഖ്യധാരയിൽ അങ്ങനെ ഒരു ചർച്ച രൂപപ്പെട്ട് വരുന്നുണ്ട്. അതിനെ വലിയ രീതിയിൽ BJP-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആളിക്കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് എല്ലാ രാഷ്ട്രീയ എല്ലാ മതത്തിനും കോൺഗ്രസ് ഒരുപോലെയാണ് കാണുന്നത് എന്നുള്ളൊരു ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ നേതാക്കന്മാർക്ക് കഴിയണം. അപ്പോൾ എല്ലാ രീതിയിലും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്തയുണ്ടാവണം. എല്ലാവർക്കും ഒരായിരം ആശംസകൾ നേരുകയാണ്. ഒരു മതേതര മൂല്യമുള്ള കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രസ്ഥാനം നേതാക്കന്മാരുടെ കടിപിടിയിൽ നശിച്ചു പോകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തിലാണ് ഇത് സംസാരിക്കേണ്ടി വന്നത്. എല്ലാവിധ ആശംസകളും.